നമസ്കാരം. നമ്മുടെ കേരള PSCയുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു. ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ കൂടെയായിരുന്നു PSC വഴി വിളിക്കുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ. അപ്പോൾ കേരളത്തിലെ പ്രിസണിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നത്. 30/10/2025 ഗസറ്റഡ് ഡേറ്റ് 30/10 ഒക്ടോബർ 30 വന്ന നോട്ടിഫിക്കേഷനാണ്. ഇതിലേക്ക് അപേക്ഷ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മാസം 3 ഡിസംബർ 3 മുന്നേ നിങ്ങൾ PSCയുടെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ കൊടുക്കുക കേട്ടോ. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപേക്ഷ അയക്കാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതുവഴി നിങ്ങൾ അപേക്ഷ അയക്കുക. കാറ്റഗറി നമ്പർ വന്നത് 420/2025 കാറ്റഗറി നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ. 420/2025 വഴി നിങ്ങൾ ഇത് അപേക്ഷ അയക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസാണ്. പോസ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറാണ്, APO. ഇനി ഇതിലേക്ക് കിട്ടാവുന്ന ശമ്പളം 27,900 രൂപ മുതൽ 63,700 രൂപ വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടാവുന്നൊരു കേരള ഗവൺമെൻറ് ജോബാണ്. യൂണിഫോം ജോബാണ്, സ്ഥിര ജോലിയാണ്. വാക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് സ്റ്റേറ്റ് വൈഡ് ആണ്. അതായത് വാക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് മീൻസ് ധാരാളം ഒഴിവുകൾ വന്നിട്ടുണ്ട്. കറക്റ്റ് വാക്കൻസി അവർ റിലീസ് ആക്കിയിട്ടില്ല. സ്റ്റേറ്റ് വൈഡ്, ഡിസ്ട്രിക്ട് വൈസ് അല്ല, സ്റ്റേറ്റ് വൈഡ് ആണ്. പെൺകുട്ടികൾക്ക് ഇതിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റില്ല. അതുപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് അംഗവൈകല്യമുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള എല്ലാ ബോയ്സിനും അപേക്ഷ അയക്കാൻ പറ്റും. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് സ്റ്റേറ്റ് വൈഡ് ആണ്. ഞാൻ പറഞ്ഞു, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ്, നേരിട്ടുള്ള നിയമനം തന്നെയാണ്. അപേക്ഷ അയക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 36, 18 to 36 ഏജ് ലിമിറ്റ്. 2/1/1989 1/1/2007 ഈ പറഞ്ഞ ഏജ് ലിമിറ്റിൽ ജനിച്ചവർക്ക്, ഈ ഒരു ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. OBC ആണെങ്കിൽ 3 വർഷവും SC/ST ആണെങ്കിൽ 5 വർഷം വരെ വയസ്സിന് ഇളവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ക്വാളിഫിക്കേഷൻ SSLC 10ാം ക്ലാസ് മാത്രം മതി. 10ാം ക്ലാസ് എബോവ്. മിനിമം ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്. മറ്റ് യോഗ്യത ഒന്നും പറയുന്നില്ല. എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതർ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. നിങ്ങൾക്ക് 10ാം ക്ലാസ് മിനിമം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി ചാൻസ് ആണ്. ഇനി ഫിസിക്കൽ ഫിറ്റ്നസ് 165 സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് വേണം. 81.3 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് ചെസ്റ്റ് വേണം. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ കൂടുതൽ ചെസ്റ്റ് എക്സ്പാൻഷനും അവർ ചോദിക്കുന്നുണ്ട്. ഇനി SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. 165 ബാക്കിയുള്ള ജനറൽ OBC വിഭാഗക്കാർക്ക്. SC/ST ആണെങ്കിൽ 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റൂ കേട്ടോ. പിന്നെ ഐസൈറ്റ് 6/6, റൈറ്റ് ഐ ലെഫ്റ്റ് ഐ ഡിസ്റ്റൻറ്റ് വിഷൻ ഉണ്ടാവണം. 0.5 നിയർ വിഷനും ഉണ്ടായിരിക്കണം. പിന്നെ കളർ ബ്ലൈൻഡ്നെസ്, സ്ക്വിൻ്റ് ഐ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർ പരിശോധിക്കും കണ്ണിൻ്റെ ടെസ്റ്റിൽ, മെഡിക്കലിൽ. പിന്നെ നോക്നി, ഫ്ലാറ്റ് ഫുട്ട്, വെരിക്കോസ് വെയിൻ, ബോലഗ്, ഡിഫോം ലിംസും കാര്യങ്ങളെല്ലാം. പിന്നെ പല്ലിൻ്റെ ടെസ്റ്റ് ഉണ്ടാവും. സ്പീച്ച്, ഡിഫക്റ്റീവ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നുണ്ട് മെഡിക്കൽ ടെസ്റ്റിൽ. ഇത്രയും കാര്യങ്ങൾ അവർ പരിശോധിക്കും. അത് ഓർത്ത് വയ്ക്കാം കേട്ടോ. എന്തെങ്കിലും പ്രശ്നമുള്ളവർ ഇപ്പോഴേ ചികിത്സ തുടങ്ങുക. ഇനി ഇതിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് 8 ഇവൻ്റ് ആയിരിക്കും. PSCയുടെ മാനദണ്ഡ പ്രകാരം 8 ഇവൻറ്റിൽ നിങ്ങൾ 5 എണ്ണം എന്തായാലും ക്വാളിഫൈ ആവണം. 100 മീറ്റർ റേസ് 14 സെക്കൻഡ് ടൈം കിട്ടും. ഹൈ ജമ്പ് 133 സെൻറ്റിമീറ്റർ ചാടണം. ലോങ് ജമ്പ് 458 സെൻറ്റിമീറ്റർ. ഷോർട്ട് പുട്ട് 610 സെൻറ്റിമീറ്റർ. ത്രോയിങ് ക്രിക്കറ്റ് ബോൾ 6096 സെൻറ്റിമീറ്റർ. റോപ്പ് ക്ലൈമ്പിങ് 366 സെൻറ്റിമീറ്ററും. പുള്ളപ്പ് ഓർ ചിന്നപ്പ് 8 എണ്ണം 1500 മീറ്റർ 5 മിനിറ്റ് 44 സെക്കൻഡും ടൈം കിട്ടും. ഈ 8 എണ്ണത്തിൽ നിങ്ങൾ 5 എണ്ണം ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ ക്വാളിഫൈ ആവും. അപ്പോൾ ആദ്യം പരീക്ഷയാണ് PSCയുടെ പരീക്ഷ. ഇത് പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക, അവിടെ കിട്ടും. ആ ഒരു ബുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത് ഇപ്പോഴേ പഠിക്കുക. ഏകദേശം നമുക്ക് മിനിമം ഒരു 6 മാസം സമയം കിട്ടേണ്ടതാണ്. അപ്പോൾ എക്സാം കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ വരും. ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപേക്ഷ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞു, ഡിസംബർ മാസം 3 ഡിസംബർ 3 മുന്നേ PSCയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾ അപേക്ഷ കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ പെട്ടെന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ ഡെയിലി യൂണിഫോം ജോബും അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ, ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്, വന്നതുണ്ട്. എല്ലാം കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം. ജയ് ഹിന്ദ്.